ഹായ് നമസ്കാരം, ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നല്ല വിളഞ്ഞ മത്തങ്ങയാണ് കേട്ടോ. പച്ച കളറാണെന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ, പക്ഷേ നല്ല വിളഞ്ഞ മത്തങ്ങയാണ് കേട്ടോ. ഇത് നമുക്ക് ഒരു ഫ്രണ്ട് തന്നതാണ്. അവർ പറിച്ചപ്പോഴേക്ക് നമുക്കൊരെണ്ണം തന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മുറിച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നല്ല മഞ്ഞ കളറിൽ നല്ല പൊടി നൂറുള്ള മത്തങ്ങയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ചെടുത്ത് നമുക്ക് മത്തങ്ങ വിളയിപ്പിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി മത്തങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ തൊണ്ടും കുരുവൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ കുരുവും തൊണ്ടൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്, എന്നിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ മത്തങ്ങ വിളയിപ്പിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം ശർക്കര നീരാണല്ലോ. അപ്പോൾ ശർക്കര നീരും റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത്. എന്നിട്ട് വേറൊരു അടുപ്പിൽ ഒരു ഉരുളിച്ചട്ടി വെച്ചിട്ട് ഉരുക്കിയ ശർക്കര നീര് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിയും കൂടെ, അതായത് ഏലക്ക ചതച്ചിട്ടാണ് ഈ ശർക്കര നീര് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങനെ ശർക്കര നീരും മത്തങ്ങയും കൂടെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇളക്കിക്കൂട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കറുത്ത എള്ളും കൂടെ വറുത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അളവ് പറയാത്ത വേറെ ഒന്നുമല്ല, മത്തങ്ങയിൽ നിന്ന് കുറച്ചേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ അളവ് പറയാത്തത്. അപ്പോൾ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കിക്കൂട്ടി യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ ഈ മത്തങ്ങ വിളയിപ്പിക്കുമ്പോഴേ. നെയ്യുടെയും എല്ലാത്തിൻ്റെയും കൂടിയുള്ള നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ മത്തങ്ങയ്ക്കൊക്കെ വില കുറവാണ്. പിന്നെ സാമ്പാർ കിറ്റിലൊക്കെ മത്തങ്ങയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഒരു പരീക്ഷണമൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച്, ഇപ്പോൾ ശർക്കര നീരും എല്ലാമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മത്തങ്ങ വിളയിപ്പിച്ചത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ചുമ്മായും കഴിക്കാം. പിന്നെ ബ്രെഡില്ലേ, അതിനകത്ത് ജാം പോലെ വെച്ചിട്ട് കഴിക്കുന്നത് വളരെ നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ ഇത്. നമുക്കൊരു എണ്ണ പുരട്ടിയ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഈ വിളയിപ്പിച്ച മത്തങ്ങ ഒന്ന് മാറ്റി നല്ലതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശർക്കരക്ക് ഉപ്പുണ്ടെന്നാലും നമ്മൾ അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് മുറിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഞാൻ കൂടുതലും കഴിച്ചത് ബ്രെഡിനകത്ത് ജാം പോലെ വെച്ചിട്ടാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് കാണിച്ചു തരാം കേട്ടോ. ഹൽവ പോലെയും കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. നമ്മുടെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ, എങ്ങനെ കഴിക്കണമെന്നുള്ളതേ. സംഭവം എന്തായാലും നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണേ കേട്ടോ. മത്തങ്ങയൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഞാൻ ബ്രെഡിനകത്ത് വെച്ച് കഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ബ്രെഡ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഈ മത്തങ്ങ വിളയിപ്പിച്ചത് വെച്ചിട്ട് ഒരു ബ്രെഡും കൂടെ വെച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.